സ്പോർട്സ് പേഴ്സൺ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുമ്പോൾ പലർക്കും അറിയില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആയുർവേദിക് സപ്പോർട്ടീവ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. കുറച്ചുകൂടി പെർഫോമൻസ് നന്നാക്കാൻ പറ്റാവുന്ന നമ്മുടെ ഒളിമ്പ്യൻസ് അടക്കമുള്ളവർ ഫോളോ ചെയ്ത് വരുന്ന ആയുർവേദിക് റിഹാബ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എത്രത്തോളം നമുക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട്? സ്പോർട്സുകാർ കുറച്ചുകൂടെ ഇതിനെപ്പറ്റി അവെയറാണ്, അവർക്ക് പറ്റുന്ന ഇഞ്ചുറിയെ പറ്റിയൊക്കെ. ഈ മുട്ടിൽ തന്നെ റിപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ കൊണ്ട് നമുക്ക് വേദന വരാം. ഇലിയോടിബിയൽ ബാൻഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ മുട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ വേദന വരുന്ന ഒരു സിറ്റുവേഷൻ. അത് കൂടുതലായി ഓടുന്ന ആൾക്കാർ, സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ വരാം. അതല്ലാതെ റൺ ചെയ്യുന്ന ആൾക്കാരിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി വരാം, പെഡലർ ടെൻഡിനൈറ്റിസ് പോലത്തെ സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ഇത് റിപ്പീറ്റേറ്റീവ് സ്ട്രെയിൻ കൊണ്ട് വരാം. അതല്ല അക്യൂട്ടായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, ഫുട്ബോളറാണ്, അതല്ലെങ്കിൽ ജമ്പ് ചെയ്ത് നമ്മുടെ ഫുട്ബോൾ ഹെഡ് ചെയ്തതിന് ശേഷം ലാൻഡ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പർ ലാൻഡിങ് പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോൾ ACL മാത്രമായിട്ട് ഐസൊലേറ്റഡ് ടിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പാർഷ്യൽ ടിയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മുടേതായിട്ടുള്ള അക്യൂട്ട് ഇഞ്ചുറിയിൽ യൂസ് ചെയ്യുന്ന മുറിവെണ്ണ പോലത്തെ മെഡിസിൻസ് ഉപയോഗിച്ച് ബാൻഡേജ് ചെയ്ത് അനക്കാതെ വെക്കുകയും അതിൻ്റെ റിക്കവറി പീരീഡ് കഴിയുന്നതിനനുസരിച്ച് ക്ലിനിക്കൽ എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഏർലി റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. റീഹാബിലിറ്റേഷൻ ഫേസും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അസസ്മെൻറ്റും കൂടെ ചെയ്തിട്ട് അദ്ദേഹം സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അക്യൂട്ട് ഇഞ്ചുറിയിൽ തന്നെ ആയുർവേദത്തിന് നല്ല ചികിത്സാ സാധ്യതയാണ്.